ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാലോ, അവള് കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നുണ്ട്. പാവം കുറെ കഷ്ടപ്പെട്ടു. നമ്മളുടെ പുതിയ അവതാരം എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട് ഗായ്സ്. സ്റ്റെപ്പ് ഇപ്പോൾ ഉറക്കത്തിന് നീച്ച് വന്നതാണ്. അതിൻ്റെ ഒരു മൂഡിനെസ്സിനാണ് ഇരിക്കുന്നത്. ടെപ്പും അരിപ്പേൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. ടെപ്പു ബ്രദറാണ്, ന്യൂറുമില്ല. ഓക്കെ, എൻ്റെ കസിൻ ബ്രദർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടിറാമിസു ആണ്. അത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ലൈക്ക് അടിച്ചേക്കാം. കൊച്ചി പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോതാണ്. ഓക്കെ, അതും കൂടെ അടിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തുക. അതിനകത്ത് ഓൾ തന്നെ അടിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും, പോയി ഫോളോ അടിക്കുക. അതിനകത്ത് അപ്പോൾ ഫോളോ അടിച്ചിട്ട് ഞാനും തിരിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോളോവർ കിട്ടും, എനിക്ക് ഫോളോവർ കിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ അയക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളെ ബൗളിൽ നമ്മൾ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1 കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ ഉണ്ടാവും ഇത്. അതിനകത്തോട്ട് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം. കുറച്ച് പുറത്ത് പോയി. അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രാനുൾസൊക്കെ നല്ലോണം അലിഞ്ഞു പോകുന്ന തരത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് 3-in-1 കോഫി പൗഡറാണ് കേട്ടോ. മിൽക്ക് പൗഡർ, ഷുഗറൊക്കെ കൂടി ചേർന്ന കോഫി പൗഡറാണ്. അതുകൊണ്ടാണ് ഇതിന് ചെറിയൊരു കോഫീൻ്റെ ഒരു കളർ വരുന്നത്. നിങ്ങൾക്ക് സാധാ കോഫി പൗഡർ എടുത്താലും മതിയിട്ട് കോഫീൻ്റെ മണം വരുന്നുണ്ട്. ഇത്രയൊക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് ഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ നോർമൽ ചോക്ലേറ്റാണ്. അത് 90 ഗ്രാംസോളം ഉണ്ടാവും. ഓക്കെ, 90 ഗ്രാംസോളം ഉണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ ചെറിയ ഹോളിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള പ്രോസസ്സ് ഇതാണ്. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നിട്ട്, നിങ്ങൾക്ക് വേണേൽ ഡാർക്ക് ചോക്ലേറ്റും വേണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 90 ഗ്രാംസ് ഓഫ് ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അലുത്ത് പോകും ചിലപ്പോൾ. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ അലുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു 500 ml ഓഫ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. സോറി, അറബിക് സൈഡായി പോയി വെച്ചത്. ഓക്കെ, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 500 ml ഉണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ബൗളാണ്. ഇനി സെക്കൻഡ് ബൗൾ ഇതിൻ്റെ പുറത്തു കൂടെ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൗളിൽ ഐസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചൂട് ഐസ് ഇടാൻ വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം നല്ല ഫോമി ആയിട്ട് വിപ്പായി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഐസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐസ് അടിയിലിടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൗളിൽ നിങ്ങൾ അടിക്കാൻ പോകുന്ന ബൗളും പിന്നെ നിങ്ങളുടെ ഈ വിസ്കില്ലേ, ബീറ്ററിൻ്റെ വിസ്കും കൊണ്ട് ഫ്രീസറിൽ വെക്കുക. ഒരു 3-4 മണിക്കൂർ വെക്കുക. എന്നിട്ട് നമ്മൾ അടിക്കുക. അപ്പോൾ നമ്മളുടെ ബൗളിനും വിസ്കിനും നല്ല തണുപ്പുള്ളതാണ്. പെട്ടെന്ന് അടിച്ച് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് എങ്ങാനും വിസ്ക് ചീത്തായി പോയാലോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അത്രയ്ക്ക് ധൈര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഐസ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടിഫിൻ ബോക്സിൻ്റെ കുഞ്ഞ് ബൗളിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റേ ടിറാമിസുവിൻ്റെ സെറ്റിങ്. അപ്പോൾ ഞാനൊരു ഇത് 500 ml ഉണ്ട്. അപ്പോൾ ഞാനൊരു കപ്പോളം എടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം. നമ്മൾ 1 കപ്പോളം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീമിന് അങ്ങനെ ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മധുരം കൂടി ഇട്ട് കൊടുക്കണമല്ലോ. അങ്ങനെയാണോ നമ്മൾ അടിക്കുന്നത്. ഓക്കെ, കുറച്ചൊന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ വാനില എസൻസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടേ വേണ്ട. ഒരു 2 തുള്ളി വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് മസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് നമ്മൾ കേക്കല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ പീക്കൊക്കെ നല്ല വൃത്തിക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിർത്താം കേട്ടോ, ഇനി അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ, അത് ഇത് ഗ്ലാസിൻ്റെ ബോക്സാണ്. ഇതിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ ഈ ബോക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റാണ് എൻ്റെ കൈ. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ബിക്കോസ് ഞങ്ങൾ 5 പേരുള്ളൂ ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ 5 ആൾക്കാർക്ക് തിന്നാൻ ഇതൊക്കെ ധാരാളമാണ്. മാത്രമല്ല എൻ്റെ വീട്ടിൽ അത്രയ്ക്ക് മധുരപ്രേമികളായിട്ട് ഞാനും ഉമ്മയും എൻ്റെ ഫസ്റ്റ് ബ്രദറും മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേർക്ക് മധുരം അത്ര ഇഷ്ടമല്ല. ഇതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഉണ്ടാകണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, പ്രശ്നം തന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെറ്റ് ചെയ്യാനുള്ള ട്രേ, നമ്മളെ കോഫി, ചോക്ലേറ്റ് ഗ്രേറ്റഡ്, പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ലേഡി ഫിംഗർ ബിസ്ക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റേ ക്രാക്കേഴ്സാണ്, സാധാ ബിസ്ക്കറ്റ് ഇല്ല, അതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം നോക്കി നടന്ന് എനിക്ക് മടുത്തപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നതാണ്. എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് പോരെ, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവാന്ന്. നമ്മൾ വിപ്പിംഗ് ക്രീം വേറൊരു ടേബിളിൽ ഇരിപ്പുണ്ട്, ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്തത്. അപ്പോൾ ഇത് ക്രാക്കേഴ്സ് ആയതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ സ്പൂൺ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ദേന പോന്ന് ഞാൻ പറയില്ലേ, പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടില്ല എന്ന് പറഞ്ഞില്ലേ. തൊടുമ്പോ തന്നെ പൊട്ടുന്നു. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലത്തിന്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുന്നു പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. എന്നിട്ട് അതിൻ്റെ പുറത്തു കൂടെ നമ്മൾ കോഫി ഒഴിച്ച് കൊടുക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ 2 ലെയർ വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ബേസ് സെറ്റ് ആക്കുന്ന ബിസ്ക്കറ്റ്. ബിക്കോസ് ക്രാക്കേഴ്സിന് അത്ര കട്ടി ഉണ്ടാവില്ല നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലെയർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ 2 ലെയർ ഓഫ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, കവേർഡ് വിത്ത് കോഫി. ഇനി നമ്മൾ അതിൻ്റെ പുറത്തു കൂടെ ഇച്ചിരി കോഫി വെച്ചെടുക്കും. എന്നുവെച്ചാൽ അത് നല്ലോണം സോക്കാവാൻ വേണ്ടിയിട്ടാണ് കോഫിയിൽ. അപ്പോൾ കോഫീൻ്റെ ടേസ്റ്റ് നല്ലോണം നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോഫി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം അതിൻ്റെ പുറത്തു കൂടെ. അപ്പോൾ അവർ വിപ്പിംഗ് ക്രീം ഇസ് ബാക്ക്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ എടുക്കുക, എന്നിട്ട് ഒരു നല്ലൊരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ജെനുവിൻ എമൗണ്ട് ഇട്ട് കൊടുക്കുക, നിങ്ങൾ പിശുക്കൊന്നും ചെയ്യരുത്. ഓക്കെ, അതാണ് മെയിൻ. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തു കൂടെ നമ്മൾ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്നു, അപ്പോൾ അത് വിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ജനറസ് ആയിട്ട് ഇടുക. ഇനി നമുക്ക് ആ ലെയർ തന്നെ പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഓഫ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, 2 ലെയർ ഓഫ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് റിപ്പീറ്റ് ചെയ്തില്ലേ കോഫി പുറത്തു കൂടെ ഒഴിച്ചത്, അതൊന്നും കൂടെ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം സോക്ക് ചെയ്തെടുക്കുക ബിസ്ക്കറ്റ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിന് നല്ലോണം സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ്ചർ നല്ല ജനറസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പിഷ്ക് തരമൊന്നും കാണിക്കരുത്. ഓക്കെ, നമുക്ക് ഇനിയും വേണം മേടിക്കാമല്ലോ. ഓക്കെ, ഇട്ട് കൊടുത്ത് നല്ലോണം ലെവൽ ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയറാണ്. നമ്മൾ 2 ലെയറാണ് ചെയ്യുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീമിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുക. ഉണ്ടല്ലോ, അടിച്ചെടുക്കുകയാണ്. നമുക്ക് എക്സസ് ഒന്നും വേണ്ട. എന്നിട്ട് ഇതിന് പുറത്ത് കൊടുത്ത് ഒന്നും കൂടെ ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മൾ ബാക്കിയുള്ള ചോക്ലേറ്റ് മൊത്തം ഇതിനകത്ത് ഇടാം. ഓക്കെ, ഫുള്ളി കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ മാത്രമായിട്ട് ഇടരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മൊത്തം ലെവൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിലും ഈക്വലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വൈറ്റ് പോർഷനൊന്നും അങ്ങനെ കാണുന്നില്ല. ഇനി നമ്മൾ എല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഒരു 3-4 മണിക്കൂർ വെക്കുക. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. ഓക്കെ, ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഒരു 3-4 മണിക്കൂർ വെക്കുക. സെറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്ത് തിന്നാവുന്നതാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് വേണം ഇതിൽ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉറപ്പായിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ടിറാമിസും 3-4 മണിക്കൂർ റെഫ്രിജറേറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആസ് യു ക്യാൻ സീ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഇത് മുറിച്ചിട്ട് തിന്നണമെന്ന ഒരു സാധനമല്ല, സ്പൂൺ വെച്ച് പ്ലേറ്റിൽ തന്നെ അടുത്ത് തിന്നണ ഒരു സാധനമാണ്. പ്ലേറ്റല്ല, ബൗൾ, സോറി മാറിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. ഇനി നമുക്ക് എന്താവും എന്ന് നോക്കാം. ഓക്കെ, മുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടിറാമിസു സക്സസ്ഫുള്ളി നമ്മൾ ഒരു കഷ്ണെടുത്ത് പ്ലേറ്റിലോട്ടാക്കി. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അടുത്താമത്തെ വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.